ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച വിദ്യാലയ സമ്പ്രദായമാണ് സരസ്വതി വിദ്യാ മന്ദിർ. വിദ്യാലയത്തെക്കുറിച്ച് നമ്മൾ സരസ്വതി ദേവാലയം എന്ന് പറയുന്നു. വളരെ നിരുപദ്രവകരമായൊരു പ്രയോഗമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വിദ്യാലയത്തെ സരസ്വതി ദേവാലയം, സരസ്വതി വിദ്യാ മന്ദിർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് ബദലായിട്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച വിദ്യാലയ സമ്പ്രദായമാണ് സരസ്വതി വിദ്യാ മന്ദിർ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ വിദ്യാലയം വിദ്യാലയമാണ്, അവിടെ നടക്കുന്നത് വിദ്യാദാനമല്ല, മറിച്ച് വിദ്യാഭ്യാസമാണ്. അത് ഗുരുകുലമല്ല. ഇത് അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് സരസ്വതി ദേവാലയമാണ്, ഇവിടെ താലിബാനിസം അനുവദിക്കില്ല എന്ന് കേൾക്കുമ്പോൾ രണ്ടാമത്തതിനോട് നമുക്ക് വളരെയേറെ ഐക്യപ്പെടാൻ പറ്റും. പക്ഷേ ഒന്നാമത്തേതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ രണ്ടാമത്തെ പ്രയോഗമെന്ന് നമുക്ക് വേണ്ട വിധം തിരിച്ചറിയാൻ കഴിയില്ല.